ഈ ഒരു ഓംസ് ലോ എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ ഒരു നിക്രോം വയർ തരും. ഈ നിക്രോം വയറിന്റെ റെസിസ്റ്റൻസ് കാണുക, അതിനുശേഷം റെസിസ്റ്റൻസ് കിട്ടിയതിന് ശേഷം റെസിസ്റ്റിവിറ്റി കാണുക, ശേഷം നമ്മൾ VI ഗ്രാഫ് വരച്ചിട്ട് റെസിസ്റ്റൻസ് കാണുക എന്നുള്ള ഒരു മെത്തേഡാണ്. ആദ്യം ഞാൻ മറ്റേതൊക്കെ പറയുന്നതിന് മുൻപായിട്ട് ഇതിന്റെ കണക്ഷൻസ് നമുക്കൊരു ആദ്യത്തെ ഭാഗത്ത് തന്നെ പറയാം. കണക്ഷൻസ് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം നിങ്ങൾ ലാബിൽ പോയി നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ എക്യുപ്മെന്റ്സ് ഒക്കെ അങ്ങനെ എടുത്തതിന് ശേഷം ആദ്യത്തെ ബാറ്ററി എലിമിനേറ്റർ ആദ്യം സെറ്റ് ചെയ്യുക, പിന്നെ കീ, പിന്നെ വോൾട്ട്മീറ്റർ, പിന്നെ അമ്മീറ്റർ, പിന്നെ റിയോസ്റ്റാറ്റ്. ഇത് ഇങ്ങനെ ഒരു ഓർഡറിൽ തന്നെ വെക്കുക. ബാറ്ററി, കീ, വോൾട്ട്മീറ്റർ, അമ്മീറ്റർ, റിയോസ്റ്റാറ്റ്. ഒരു ഓർഡറിൽ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് പരിപാടി കഴിയും. അങ്ങനെ ഓർഡറിൽ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്നും വേണം നമ്മളുടെ കീയിലേക്ക് കൊടുക്കാൻ. കീയിൽ നിന്നും കീ നമുക്ക് റിമൂവ് ചെയ്തിട്ട് ആദ്യം, എന്നിട്ട് ഇവിടുന്ന് വോൾട്ട്മീറ്ററിന്റെ പോസിറ്റീവിലേക്ക്, പിന്നെ ഇവിടുന്ന് അമ്മീറ്ററിന്റെ പോസിറ്റീവിലേക്ക്. അമ്മീറ്ററിന്റെ നെഗറ്റീവ് പാർട്ട് വരുന്നത് ഇതാ, നമുക്ക് ഇവിടെ തന്നെ നോക്കിയാൽ മതി. അമ്മീറ്ററിന്റെ നെഗറ്റീവ് പാർട്ട് വരുന്നത് റിയോസ്റ്റാറ്റിന്റെ ഹെഡ് ഭാഗത്തേക്ക്. റിയോസ്റ്റാറ്റിന്റെ ഹെഡ് ഭാഗം എന്ന് പറഞ്ഞാൽ ഇതാണ്. റിയോസ്റ്റാറ്റിന്റെ ഹെഡ് ഭാഗം ഇതും ടെയിൽ ഭാഗം ഇതും. ഹെഡ് ഇതാണ്, അതിന്റെ നേരെ അപ്പുറത്തെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്താണ് ടെയിൽ വരിക. അപ്പൊ ഹെഡ് ഭാഗത്തേക്കാണ് അമ്മീറ്റർ വരിക. എന്നിട്ട് ബാറ്ററിന്റെ നെഗറ്റീവും റിയോസ്റ്റാറ്റിന്റെ ടെയിലും ആണ് കണക്ട് ചെയ്യുക. ബാറ്ററിന്റെ നെഗറ്റീവും റിയോസ്റ്റാറ്റിന്റെ ടെയിലും ആണ് കണക്ട് ചെയ്യുക. ശേഷം നമ്മളുടെ ഈ ഒരു നിക്രോം വയർ വോൾട്ട്മീറ്ററിന് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യാം. വോൾട്ട്മീറ്ററിന് പാരലൽ ആയിട്ട് ഇതുപോലെ ഇതിന്റെ തുഞ്ചം കറക്റ്റ് ആക്കി, നിങ്ങൾ തുഞ്ചം കറക്റ്റ് ആക്കി എക്സസ് അധികം അതായത് റൊട്ടേറ്റ് ചെയ്ത് ഒരുപാട് റൊട്ടേറ്റ് ഒന്നും ചെയ്യരുത്. കറക്റ്റ് തുഞ്ചം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് വെച്ചാൽ മതി. ശേഷം നന്നായിട്ട് എല്ലാം ടൈറ്റ് ചെയ്യണം. കണക്ഷൻ